ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ICDS സൂപ്പർവൈസർ എക്സാമിന് മൊഡ്യൂൾ 3 വരുന്ന വാട്ടർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള പല പ്രോഗ്രാംസ് ഉണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പം അത്തരം പ്രോഗ്രാംസ് ഏതൊക്കെയാണ് മേജറായിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് നാഷണൽ റിവർ കൺസർവേഷൻ പ്രോഗ്രാം അഥവാ NRCP ആണ്. ഈ ഒരു പ്രോഗ്രാം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രധാനമായിട്ടും ഇന്ത്യയിലെ നദികളിൽ ഉണ്ടാവുന്ന പൊല്യൂഷൻ കുറച്ചു കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നത്. നോക്കാം നമുക്ക്. NRCP ഈസ് എ സെൻട്രലി ഫണ്ടഡ് സ്കീം launched in 1995 aimed at abatement of pollution in identified stretches of rivers in the country, excluding those in Ganga Basin. അതായത് സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന ഒരു സ്കീമാണ് നാഷണൽ റിവർ കൺസർവേഷൻ പ്രോഗ്രാം. 1995 ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അത് കുറച്ചു കൊണ്ടുവരിക. പിന്നെ ഈ ഒരു പ്രോഗ്രാം പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഗംഗ ബേസിൻ ഒഴികെയുള്ള ബാക്കി റിവറുകളിലെ പൊല്യൂഷൻ ശമിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. അതെന്തുകൊണ്ട് ഗംഗ ബേസിന് ഒഴിച്ചു നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഗ എന്ന് പറയുന്ന നദി ഭയങ്കരമായിട്ടുള്ള പൊല്യൂഷൻ നേരിട്ടിട്ടുള്ള ഒരു നദിയാണ്. അപ്പം അതുകൊണ്ട് അതിനെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കീഴിൽ ഉൾപ്പെടുത്താതെ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെ ഗവൺമെൻറ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഗംഗ ബേസിന് ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിന് പ്രത്യേകം പ്രോഗ്രാംസ് ഗവൺമെൻറ് ഓരോ കാലഘട്ടത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. Implemented by the Ministry of Jal Shakti by providing financial and technical assistance to states or union territories on cost sharing basis. അതായത് ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ജലശക്തിയാണ്. എന്തൊക്കെ ചെയ്യും ഈ ഒരു പ്രോഗ്രാമിൽ? ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കും ഓരോ സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ടെറിട്ടറീസിനും എങ്ങനെയൊക്കെ കോസ്റ്റ് ഷെയറിങ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ആണ് മിനിസ്ട്രി ഓഫ് ജലശക്തി ഈ ഒരു പ്രോഗ്രാമിലൂടെ കൊടുക്കുന്നത്. പ്രോഗ്രാംസ് ഫോർ റിവർ കൺസർവേഷൻ ആർ ബീയിങ് ഇംപ്ലിമെൻറ്റഡ് അണ്ടർ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ ആൻഡ് NGRBA, അതായത് നാഷണൽ ഗംഗ റിവർ ബേസിൻ അതോറിറ്റി. അതായത് റിവർ കൺസർവേഷനുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രോഗ്രാമുകളും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ട് 2 സ്കീം അല്ലെങ്കിൽ 2 പ്രോഗ്രാമുകളുടെ താഴെയാണ്. ഏതൊക്കെയാണ്? ഒന്ന് നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ, ഇപ്പം നമ്മൾ പറഞ്ഞ NRCP. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഗംഗ എന്ന് പറയുന്നത് NRCPയിൽ ഉൾപ്പെടുന്നില്ല. അപ്പം അതിന് പ്രത്യേക ഒരു അതോറിറ്റി ഉണ്ട്. അത് നാഷണൽ ഗംഗ റിവർ ബേസിൻ അതോറിറ്റി അഥവാ NGRBA നാഷണൽ ഗംഗ റിവർ ബേസിൻ അതോറിറ്റി. അതാണ് ഗംഗ റിവറിൻ്റെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള അതോറിറ്റി. അപ്പം ഈ 2 പ്രോഗ്രാമിന് കീഴിലാണ് പ്രധാനമായിട്ടും ഇന്ത്യയിലെ റിവർ കൺസർവേഷൻ പ്രോഗ്രാംസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ NRCP ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്? മിനിസ്ട്രി ഓഫ് ജലശക്തി. 1995 ഫുള്ളി സെൻട്രൽ ഫണ്ടഡ് ആയിട്ടാണ് ഈ ഒരു സ്കീം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിൻ്റെ ഫണ്ടിങ്ങിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് റിവർ കൺസർവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ പോലെ തന്നെ നാഷണൽ ലേക്ക് കൺസർവേഷൻ പ്രോഗ്രാമും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ നോക്കാം. സിൻസ് 2001 മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് ബീൻ ഇംപ്ലിമെൻറ്റിംഗ് NLCP ടു കൺസർവ് ആൻഡ് മാനേജ് പൊല്യൂട്ടഡ് ആൻഡ് ഡീഗ്രേഡഡ് ലേക്സ് ഇൻ അർബൻ ആൻഡ് സെമി അർബൻ ഏരിയാസ്. അതായത് ഈ ഒരു നാഷണൽ ലേക്ക് കൺസർവേഷൻ പ്രോഗ്രാം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ നേരത്തെ മിനിസ്ട്രി ഓഫ് ജലശക്തി ആയിരുന്നു റിവർ കൺസർവേഷൻ പ്രോഗ്രാമിൻ്റെ. ലേക്ക് കൺസർവേഷൻ്റെ ഏതാണ്? മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. 2001 ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ടും അർബൻ ഏരിയയിലും സെമി അർബൻ ഏരിയയിലുമുള്ള ഡീഗ്രേഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ലേക്കുകളെയൊക്കെ തടാകങ്ങളൊക്കെ കൺസർവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഒരു ലേക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കീഴിൽ അവർ കൃത്യമായിട്ടുള്ള ഡയമെൻഷൻസ് പറയുന്നുണ്ട്. ഇത്ര ഡെപ്ത്, ഇത്ര വിഡ്ത്തിൽ വിസ്തൃതിയുള്ള
തടാകങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി കൺസിഡർ ചെയ്യാന്നൊക്കെ ഉണ്ട്. NLCP operates as a centrally sponsored scheme. The funding pattern is 70:30 cost sharing model between the central and state government. അപ്പോൾ സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. 30% സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് ചെയ്യും, 70% സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് ചെയ്യും, 30% സ്റ്റേറ്റ് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് 70:30 എന്ന് പറയുമ്പോൾ 70 സെൻറ്ററും 30 സ്റ്റേറ്റും സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ കോസ്റ്റ് ഷെയറിംഗ് മോഡൽ. ആൻഡ് ഇൻ്റഗ്രേറ്റഡ് സ്കീം കമ്പൈനിങ് നാഷണൽ ലേക്ക് കൺസർവേഷൻ പ്ലാൻ ആൻഡ് നാഷണൽ വെറ്റ്ലാൻഡ്സ് കൺസർവേഷൻ പ്രോഗ്രാം. ഇപ്പം നിലവിലുണ്ടായിരുന്ന 2 പ്രോഗ്രാമുകളെ കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് NLCP എന്ന പുതിയ പ്രോഗ്രാം ഉണ്ടാക്കിയത്. ഏതൊക്കെയാണ് 2 കമ്പൈൻ ചെയ്യപ്പെട്ട പ്രോഗ്രാംസ്? നാഷണൽ ലേക്ക് കൺസർവേഷൻ പ്ലാനും നാഷണൽ വെറ്റ്ലാൻഡ്സ് കൺസർവേഷൻ പ്രോഗ്രാമും. ഇപ്പം ലേക്ക് കൺസർവേഷൻ പ്ലാനിൻ്റെ കൂടെ വെറ്റ്ലാൻഡ് കൺസർവേഷൻ പ്രോഗ്രാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നാഷണൽ ലേക്ക് കൺസർവേഷൻ പ്രോഗ്രാം എന്ന പേരിൽ 2001 മുതൽ ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് NLCP എന്ന് പറയുന്ന പ്രോഗ്രാമിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ട് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ജൽ ജീവൻ മിഷനെ കുറിച്ചിട്ടാണ്. അതിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഹൗസ് ഹോൾഡിനും, പ്രധാനമായിട്ടും ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് റൂറൽ ഹൗസ് ഹോൾഡിനെല്ലാം ടാപ്പ് കണക്ഷൻസ് കൊടുക്കുക, അതായത് അവർക്ക് സേഫ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് തുടങ്ങിയത്. ലോഞ്ച്ഡ് ഇൻ 2019 ബൈ ദ മിനിസ്ട്രി ഓഫ് ജലശക്തി. അപ്പൊ ജലശക്തി എന്ന് പറഞ്ഞ മിനിസ്ട്രി തന്നെയാണ് ജൽജീവൻ മിഷൻ 2019 ലോഞ്ച് ചെയ്യുന്നത്. എയിംസ് ടു സപ്ലൈ സേഫ് ഡ്രിങ്കിങ് വാട്ടർ through functional household tap connections to all rural households by the end of 2024. ഈ ഒരു മിഷന്റെ എയിം എന്താണ്? 2024 അവസാനമാകുമ്പോഴേക്കും ഇന്ത്യയിലെ എല്ലാ റൂറൽ ഹൗസ് ഹോൾഡിലും എന്തുണ്ടാവണം? ഫങ്ഷണൽ ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻസ്, FHTC എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫങ്ഷണൽ ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻസ് ഉണ്ടാവണം. അതിലൂടെ സേഫ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ഇവർക്ക് കൊടുക്കാനായിട്ട് പറ്റണം. അതാണ് ജൽജീവൻ മിഷൻ അഥവാ JJMന്റെ എയിം. ടാർഗറ്റ്സ് ടു സപ്ലൈ 55 liters of water per person per day to every household in villages where the people have been facing water scarcity. അതായത് ഏതൊക്കെ വില്ലേജുകളിലാണോ പ്രധാനമായിട്ടും നല്ല രീതിയിൽ വാട്ടർ സ്കേഴ്സിറ്റി ഉള്ളത്, അതായത് ജലം കിട്ടാത്ത അവസ്ഥയുള്ളത്, ആ വില്ലേജുകളിലെല്ലാം ഒരു ദിവസം ഒരാൾക്ക് 55 ലിറ്റർ വെള്ളം എന്ന രീതിയിൽ സപ്ലൈ ചെയ്യണം എന്നുള്ളതായിരുന്നു ഈ ഒരു മിഷൻ കൊണ്ട് ടാർഗറ്റ് ചെയ്തത്. ഇനി ഇപ്പോൾ ഈ ഒരു മിഷന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഗോവ ആൻഡ് ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു ആർ ദ ഫസ്റ്റ് ഹർ ഘർ ജൽ സർട്ടിഫൈഡ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ഇൻ ദ കൺട്രി റെസ്പെക്റ്റീവ്ലി. അതായത് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് വെച്ച് ഇന്ത്യയിൽ എല്ലാ വീടുകളിലും ജലം എത്തിയിട്ടുള്ള ഒരു ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹർ ഘർ ജൽ എന്നുള്ളതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗോവയാണ്. ഗോവയിൽ ഈ ഒരു മിഷൻ 100% സക്സസ്ഫുൾ ആയി എല്ലായിടത്തും ജലമെത്തി. അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറി നോക്കുകയാണെങ്കിൽ ദാദ്ര നാഗർ ഹവേലിയും ദാമൻ ആൻഡ് ദിയു ആണ് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഈ ഒരു ഹർ ഘർ ജൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി. ഹർ ഘർ ജൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആദ്യത്തേത് ഏതാണ്? ഗോവയാണ്. അപ്പൊ ഈ 2 റീസെന്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും കൂടി ഈ ഒരു കേസിൽ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ ജൽജീവൻ മിഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് റൂറൽ ഹൗസ് ഹോൾഡുകളെ ഫോക്കസ് ചെയ്തതാണ് നമ്മൾ പറഞ്ഞു. ഇത് 2019 തുടങ്ങിയപ്പോൾ അതായിരുന്നു ഫോക്കസ്. പക്ഷെ പിന്നീട് അത് അർബൻ ഏരിയയിലേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഈ ജൽജീവൻ മിഷൻ റൂറലിന്റെ ഒരു കൗണ്ടർ പാർട്ടായിട്ട് ജൽജീവൻ മിഷൻ അർബനും കൂടി സ്റ്റാർട്ട് ചെയ്തു. Announced in the budget 2021-22 under the Housing and Urban Affairs Ministry to provide universal coverage of water supply to all households through functional taps in all statutory towns in accordance with Sustainable Development Goal 6 Clean Water and Sanitation. അതായത് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന ഇറക്കിയിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് കുറച്ചെണ്ണം ഉണ്ട്. അതിൽ 6ാമത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ വരുന്നത് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. അപ്പോൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യയിലെ അർബൻ ഏരിയയിൽ
അതായത് സ്റ്റാറ്റ്യൂട്ടറി ടൗണുകളിൽ ഫങ്ഷണൽ ടാപ്പ് കണക്ഷൻസ് എല്ലാ വീടുകളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 2021-22 ബഡ്ജറ്റിൽ ജൽജീവൻ മിഷൻ അർബൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഏത് മിനിസ്ട്രിയാണ്? ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്ട്രിയാണ് ജൽജീവൻ മിഷൻ അർബൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? സെക്യൂറിംഗ് ടാപ്പ് ആൻഡ് സ്വീവർ കണക്ഷൻസ്, അതായത് ടാപ്പ് കണക്ഷൻസ് എത്തിക്കുക. സ്വീവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഴുക്കുവെള്ളമൊക്കെ പോകാനായിട്ടുള്ള ആ ഒരു കണക്ഷൻസും ഓരോ വീട്ടിലും ഉണ്ടാവണം. റെജുവനേഷൻ ഓഫ് വാട്ടർ ബോഡീസ് ഒക്കെ എന്താണ്? നല്ല രീതിയിൽ പുനരുജ്ജീവിപ്പിക്കുക. ക്രിയേറ്റിംഗ് സർക്കുലർ വാട്ടർ എക്കണോമി, അതായത് ഈ വേസ്റ്റ് വാട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ വാട്ടറിനെ പിന്നെയും നമുക്ക് അത് വേസ്റ്റ് ആക്കി കളയാതെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന റീയൂസ് ചെയ്യുക പല രീതിയിൽ എന്നുള്ളതാണ് സർക്കുലർ വാട്ടർ എക്കണോമി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു ജൽജീവൻ മിഷൻ അർബന്റെ പ്രധാനപ്പെട്ട എയിം വരുന്നത്. അപ്പോൾ ഈ ജൽജീവൻ മിഷൻ രണ്ടും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി അതിനുശേഷം പിന്നെ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന അമൃത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമാണ്. അമൃതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്ന അടൽ മിഷൻ ഫോർ റെജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ. അടൽ മിഷൻ ഫോർ റെജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് നോക്കാം. അമൃത് വാസ് ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ഓൺ 25th June 2015 in 500 selected cities across the country, covering around 60% of the urban population. അതായത് അർബൻ പോപ്പുലേഷന്റെ ഏകദേശം 60% കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. 500 സെലക്ടഡ് സിറ്റീസിൽ ആണ് ഈ പ്രോഗ്രാം ഏത് മിനിസ്ട്രി ലോഞ്ച് ചെയ്തത്? മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ലോഞ്ച് ചെയ്ത്. എപ്പോഴാണ് ലോഞ്ച് ചെയ്ത്? 2015 ജൂൺ 25 ഈ ഒരു പ്രോഗ്രാം മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. 500 സെലക്ടഡ് സിറ്റീസിൽ ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു. ഈ 500 സെലക്ടഡ് സിറ്റീസ് ആണ് ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ളതാണ്. അതായത് ഏകദേശം 60% അർബൻ പോപ്പുലേഷനെ ഈ ഒരു പ്രോഗ്രാം കവർ ചെയ്യും. Amrit is the first focused national water mission established to make sure that every home has access to water tap with a reliable water supply and sewer connections. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ നാഷണൽ ലെവലിലുള്ള ഒരു വാട്ടർ മിഷൻ, ഫോക്കസ്ഡ് വാട്ടർ മിഷൻ എന്ന അമൃത് മിഷനെ നമുക്ക് പറയാം. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീടുകളിലേക്കും ടാപ്പ് കണക്ഷൻ എത്തിക്കണം. അതുപോലെ തന്നെ സ്വിയർ കണക്ഷൻസ്, അതായത് അഴുക്കുവെള്ളം പോകാനായിട്ടുള്ള അഴുക്കുചാലുകൾ എത്തിക്കണം എന്നുള്ളതായിരുന്നു ഈ ഒരു പ്രോഗ്രാമിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ദ മിഷൻ ടാർഗറ്റ്സ് എൻഹാൻസിംഗ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇംപ്ലിമെന്റിംഗ് അർബൻ റിഫോംസ് ഫോർ സെലക്ടഡ് സിറ്റീസ് എൻകംപാസിംഗ് വാട്ടർ സപ്ലൈ, സ്യൂവറേജ്, ഡ്രെയിനേജ്, ഗ്രീൻ സ്പേസ്, നോൺ മോട്ടറൈസ്ഡ് ട്രാൻസ്പോർട്ട് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്. ഇതിന് പല ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ പല രീതിയിലാണ് ഇവർ ഈ പ്രോഗ്രാമിന്റെ ഇംപ്ലിമെന്റേഷൻ ഫോക്കസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യണം? ബിൽഡ് ചെയ്യണം. അതുപോലെ തന്നെ അർബൻ ഏരിയയിൽ റിഫോംസ് കൊണ്ടുവരണം. ഏതൊക്കെ രീതിയിലൂടെ? വാട്ടർ സപ്ലൈ നല്ല രീതിയിൽ കൊടുക്കുക, സ്യൂവറേജ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഴുക്കുവെള്ളം പോകാനായിട്ടുള്ളത്, ഡ്രെയിനേജ്, അതും ഇത് തന്നെയാണ്. ഗ്രീൻ സ്പേസുകൾ, അതായത് പല പാർക്കുകളിലൊക്കെ മരങ്ങളും ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് ഗ്രീൻ സ്പേസുകൾ ഉണ്ടാക്കുക. പിന്നെ മോട്ടറൈസ്ഡ് അല്ലാത്ത, അതായത് കാർബൺ എമിഷൻ ഇല്ലാത്ത രീതിയിലുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ബിൽഡിംഗ് ചെയ്യുക. ഇതൊക്കെയാണ് അമൃത് മിഷനിലൂടെ ഈ ഗവൺമെന്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു മിനിസ്ട്രി ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഇനി അടുത്ത പോയിന്റ്, ആസ് ഓഫ് ജൂൺ 2021 105 lakh ഹൗസ്ഹോൾഡ് വാട്ടർ ടാപ്പ് കണക്ഷൻസ് ആൻഡ് 78 lakh sewer or septage connections have been provided under this mission. 2015 ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. 2021 ആയപ്പോഴേക്കും 5 വർഷം കഴിഞ്ഞു. ഇപ്പൊ 2021 ആയപ്പോഴേക്കും 105 ലക്ഷം വീടുകളിൽ വാട്ടർ ടാപ്പ് കണക്ഷൻസ് കൊടുക്കാൻ പറ്റി. അതുപോലെ 78 ലക്ഷം വീടുകളിൽ ഈ സ്യൂവർ കണക്ഷൻസ് കൊടുക്കാനായിട്ട് പറ്റി. പിന്നെ 88 lakh street lights have been replaced with energy efficient LED lights, leading to energy saving of 193 crore units. അതായത് 88 ലക്ഷം സ്ട്രീറ്റ് ലൈറ്റ്സ് ഈ ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിൽ കൊണ്ടുവന്നു. സാധാരണ സ്ട്രീറ്റ് ലൈറ്റുകൾ മാറ്റി എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള LED ലൈറ്റുകൾ കൊണ്ടുവന്നു. അതുവഴി 193
കോടി യൂണിറ്റ് എനർജി സേവ് ചെയ്യാനായിട്ട് പറ്റി. ആസ് പെർ ദ എനർജി ആൻഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് 84.6 lakh ടൺ കാർബൺ ഫുട് പ്രിന്റ്സ് ഹാവ് ബീൻ റെഡ്യൂസ്ഡ് ത്രൂ വേരിയസ് ഇനീഷ്യേറ്റീവ്സ് അണ്ടർ അമൃത് സ്കീം. അതായത് അമൃത് സ്കീമിന്റെ ഇടയിൽ പല പ്രോഗ്രാമുകൾ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോൾ അതുവഴി ഏകദേശം 84.6 ലക്ഷം ടൺ കാർബൺ എമിഷൻ കുറയ്ക്കാനായിട്ട് പറ്റിയെന്നാണ് പറയണത്. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത് റെക്കോർഡ് ചെയ്തത്? ദ എനർജി ആൻഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് പ്രകാരമാണ് ഇത് പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ നല്ല രീതിയിലുള്ള ഒരു സക്സസ് അമൃത് പ്രോഗ്രാമിന് ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ 2021 വരെ 5 വർഷം കാലാവധിയിലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത് ആദ്യം. അപ്പൊ 2021 ഇത്രയും ഒരു സക്സസ് ഈ പ്രോഗ്രാമിന്റെ അടുത്ത വേർഷനായിട്ട് അമൃത് 2.0 എന്ന് പറയുന്ന സ്കീം 2021 ഒക്ടോബർ 1-ാം തീയതി ഗവൺമെന്റ് പിന്നെയും അതിനെ ഒന്നും കൂടി റീലോഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അതും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം. അമൃത് 2.0 scheme. The scheme was launched on 1st October 2021, subsuming Amrit 1.0 for the period of 5 years, that is from financial year 2021-22 ടു ഫിനാൻഷ്യൽ ഇയർ 2025-26. അതായത് ഈ ഒരു 2015 ലോഞ്ച് ചെയ്ത അമൃത് 1.0ന്റെ സക്സസ് കണ്ടിട്ട് 2021 ഒക്ടോബർ 1-ാം തീയതി അമൃത് 2.0 ലോഞ്ച് ചെയ്ത് 5 വർഷം കാലാവധിയിൽ, അതായത് 21 മുതൽ 25 വരെ, അതായത് 21-22 ഫിനാൻഷ്യൽ ഇയർ മുതൽ 25-26 ഫിനാൻഷ്യൽ ഇയർ വരെയാണ് അമൃത് 2.0യുടെ കാലാവധി. Its objectives are universal coverage of water supply from 500 cities to about 4,900 statutory towns in the country, and coverage of sewerage or septage management in 500 cities covered in the first phase of Amrit scheme. അതായത് ഇതിൽ കുറച്ചും കൂടി അവരുടെ ആ ഒരു എണ്ണം കൂട്ടി. ആദ്യത്തേൽ 500 സിറ്റിനെ കവർ ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്തു, 4,900 സ്റ്റാറ്റ്യൂട്ടറി ടൗൺസിന് ഈ ഒരു സ്കീം 2.0യുടെ ഭാഗമാക്കി. അതുപോലെ തന്നെ സ്യൂവറേജ് മാനേജ്മെന്റ് 500 സിറ്റികളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പേജൽ സർവേക്ഷൻ ടു അസർട്ടൈൻ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ, റീയൂസ് ഓഫ് വേസ്റ്റ് വാട്ടർ, മാപ്പിംഗ് ഓഫ് വാട്ടർ ബോഡീസ് ആൻഡ് പ്രൊമോട്ട് ഹെൽത്തി കോമ്പറ്റീഷൻ എമംഗ് സിറ്റീസ് ഓർ ടൗൺസ്. അതായത് ഈ നഗരങ്ങളുടെ ഇടയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഒരു മത്സര ബുദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, പേജൽ സർവേക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അവര് ഉറപ്പുവരുത്തി. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ ഒരു കാര്യത്തിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും വാട്ടർ ഈക്വൽ ആയിട്ട് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ എല്ലാവർക്കും റീയൂസ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ വാട്ടർ ബോഡീസ് എവിടേക്കാണെന്ന് മാപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സിറ്റീസിന്റെ ഇടയ്ക്ക് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു പേജൽ സർവേക്ഷൻ എന്ന് പറയുന്നതിന്റെ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പേജൽ സർവേക്ഷന്റെ പ്രധാനമായിട്ടുള്ള എയിം. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട കുറച്ച് വാട്ടർ പൊല്യൂഷൻ കുറയ്ക്കാനുള്ള സ്കീമുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.